ഹൃദയം തകർന്നിരിക്കുന്ന ഒരവസ്ഥയിലുള്ള ഒരു വ്യക്തിയാണോ നിങ്ങൾ? നിങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു ഭാരം അനുഭവപ്പെടുന്നുണ്ടാവാം. അല്ലെങ്കിൽ ചങ്ക് പൊട്ടിപ്പോകുന്നത് പോലെ അനുഭവം നിങ്ങൾക്കുണ്ടാവാം. അതുമല്ലെങ്കിൽ ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കാം നിങ്ങളുള്ളത്. അത് നിങ്ങൾ അനുഭവിക്കുന്ന ഹൃദയ വേദനയുടെ ലക്ഷണമാണ്. ഈ അനുഭവപ്പെടുന്ന ഹൃദയവേദന എന്നുള്ളത് വെറും ഒരു വേദന മാത്രമല്ല. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ദിശാബോധം നഷ്ടപ്പെടുന്ന അനുഭവം കൂടിയാണത്. എന്നാൽ ഈ വീഡിയോയിലൂടെ അല്പസമയത്തിനുള്ളിൽ ഈ ഒരു വേദന നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനമല്ല, എന്നാൽ അതൊരു തുടക്കമാണ്. അതെങ്ങനെ ഒരു തുടക്കമാക്കി മാറ്റാം എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഈ ഹൃദയവേദന നമ്മളെ കാർന്ന് തിന്നാൻ തുടങ്ങുമ്പോൾ നമുക്കുണ്ടാവുന്ന അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? നമ്മൾ വളരെ സന്തോഷത്തോടെ ചെയ്തിരുന്ന പല കാര്യങ്ങളിലും നമുക്ക് മടുപ്പുണ്ടാകാൻ തുടങ്ങും. നമ്മൾ ആസ്വദിച്ച് കഴിച്ചിരുന്ന ഭക്ഷണം വളരെ കയ്പുള്ളതായിട്ട് മാറും. ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് അത് വരും. നമ്മൾ വളരെ സന്തോഷത്തോടെ കേട്ടുകൊണ്ടിരുന്ന പല പാട്ടുകളും നമ്മുടെ ജീവിതത്തിൽ ആ സന്തോഷം നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് വന്നു ചേരും. നമ്മൾ സന്തോഷത്തോടെ സംസാരിക്കുകയും സമയം ചിലവഴിക്കുകയും ചെയ്തിരുന്ന വ്യക്തികൾ പലപ്പോഴും അരോചകമായിട്ട് മാറാനായിട്ട് സാധ്യതയുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആസ്വദിച്ചിരുന്ന പല കാര്യങ്ങളുടെയും അർത്ഥം നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് വരും. ഇതൊക്കെ ആ ഹൃദയം തകർന്നു പോകുന്ന അനുഭവത്തിൽ നമുക്കുണ്ടാകുന്ന മാനസികമായ അനുഭവങ്ങളാണ്. ഈ ഒരു അവസ്ഥ നമുക്കുണ്ടാക്കുന്ന അനുഭവം ഇതാണ്: ലോകം മുഴുവൻ നിശ്ചലമായിട്ട് പോകുന്ന ഒരു അനുഭവം. ഇനി മുമ്പോട്ട് ഒരു വഴിയുമില്ല എന്നുള്ള ഒരു തോന്നൽ, അത് ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധ്യതയുണ്ട്. സമയം എല്ലാ മുറിവുകളെയും ഉണക്കുമെന്ന് എത്ര പേർ ആവർത്തിച്ചു പറഞ്ഞാലും അതിന് ഒരു അർത്ഥവുമില്ലാത്ത അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ ശൂന്യത അനുഭവപ്പെടാനായിട്ട് തുടങ്ങും. ഇതെല്ലാം ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഹൃദയവേദന ഒരിക്കലും മാറില്ല എന്ന് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അർത്ഥം നഷ്ടപ്പെടാനായിട്ട് തുടങ്ങുന്നു. അങ്ങനെയാണ് പല ആളുകളും തങ്ങളുടെ ജീവിതം ഇനി ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചേരുക. അത് ഒരു ശൂന്യത അനുഭവിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. നമ്മളതിനെ തരണം ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലികൾ അത് യാന്ത്രികമായിട്ട് മാറും. നമ്മുടെ ജോലി സ്ഥലങ്ങളും നമ്മുടെ വീട്ടിലെ കാര്യങ്ങളുമൊക്കെ യാന്ത്രികമായിട്ട് പോകുന്ന അനുഭവം, അതിൻ്റെ യഥാർത്ഥ മൂല്യവും സന്തോഷവും നഷ്ടപ്പെടുന്ന അനുഭവത്തിലേക്ക് കാര്യങ്ങൾ മാറും എന്നുള്ളത് സത്യമാണ്. ഇതിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സ്വാഭാവികമായി നമ്മൾ ചെയ്യുക എന്നുള്ളത് മതിലുകൾ കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ്. എല്ലാത്തിനെയും പ്രിവെൻറ്റ് ചെയ്യുക. ആരോടുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാക്കുന്നതിന് പകരം അതിനെയെല്ലാം പ്രിവെൻറ്റ് ചെയ്ത് ഒരിക്കലും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ എൻ്റെ ജീവിതത്തെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്ന മതിലുകൾ പണിയുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതം മാറും. കാരണം മനസ്സ് മന്ത്രിക്കുന്നത് ഇങ്ങനെയായിരിക്കും: നീ തകർന്ന് തരിപ്പണമായി, നിനക്കിനി ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇതൊരു ശരിയായ വീക്ഷണമല്ല, അതൊരു തെറ്റായ വിചിന്തനമാണ്. അതിനെയാണ് നമ്മൾ ഓവർകം ചെയ്യേണ്ടത്, സുഖപ്പെടുത്തേണ്ടത്. ഒരു സുഖപ്പെടുത്തൽ, ഒരു ഹീലിംഗ് ആരംഭിക്കുന്നത് നമ്മുടെ മനസ്സിനെ മാറ്റുന്നിടത്താണ്. അതാണ് നമ്മൾ ഇനി സംസാരിക്കാനായിട്ട് പോകുന്നത്. നമ്മൾ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം: നമ്മുടെ ഹൃദയത്തിൻ്റെ വേദന മാറുമ്പോഴല്ല സൗഖ്യം ആരംഭിക്കുന്നത്, നമ്മുടെ ഒളിച്ചോട്ടം അവസാനിപ്പിക്കുമ്പോഴാണ്. നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനയുടെ കാരണം കണ്ടെത്തി അതിന് കൃത്യമായ പരിഹാരം കണ്ടെത്തി അതിനെ സുഖപ്പെടുത്തുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സൗഖ്യം നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവപ്പെടുക. അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഒളിച്ചോടാൻ പരിശ്രമിക്കും. മുറിവുകൾക്ക് പുറത്ത് വെച്ച് കെട്ടിയും ഉള്ളിൽ പഴുപ്പ് നിറഞ്ഞിരിക്കുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് പോലെയായിരിക്കും നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ ഉള്ളിൽ നിറഞ്ഞിരിക്കുകയും പുറമേ നമ്മൾ ഏച്ചു കെട്ടി പലതും വെച്ച് കെട്ടി അഭിനയിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ചെയ്യുക. നമ്മുടെ ഹൃദയവേദനയെ തരണം ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു വഴി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അതിനു മുമ്പായിട്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ചില അപകട സാധ്യതകളെ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തകർന്നിരിക്കുന്ന ഹൃദയത്തെ സുഖപ്പെടുത്താനായിട്ട്, അതിനെ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുന്നില്ല എങ്കിൽ നിങ്ങളുടെ വേദന നിങ്ങളെ കാർന്ന് തിന്നാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹം എന്നുള്ളത് പതുക്കെ മങ്ങിപ്പോകുന്ന അനുഭവത്തിലേക്ക് വരും. ആരെയും സ്നേഹിക്കാൻ കൊള്ളില്ല. സ്നേഹം എന്നുള്ളത് കപടമാണ്, അതിലൊരു സത്തയുമില്ല എന്നുള്ള രീതിയിൽ നമ്മുടെ മനസ്സ് നമ്മളോട് മന്ത്രിക്കാൻ തുടങ്ങും. അത് സത്യമാണെന്ന് നമ്മൾ വിശ്വസിക്കാനും തുടങ്ങും. അതാണ് സുഖപ്പെടാത്ത ഒരു ഹൃദയത്തിൽ സംഭവിക്കുന്ന അനുഭവം. ഇപ്രകാരം ഒരു സുഖപ്പെടൽ സംഭവിച്ചില്ല എങ്കിൽ നിങ്ങൾ ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് നിങ്ങളുടെ ഹൃദയം മാറും. ഒടുവിൽ അത് നിങ്ങളെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത അനുഭവത്തിലേക്ക് നിങ്ങൾ എത്തിച്ചേരും. അതിന് പകരമായിട്ട് വേണ്ടത് നല്ല ഒരു സൗഖ്യമാണ്. ഹൃദയത്തെ സുഖപ്പെടുത്തുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വേദനയെ തരണം ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ വേദനയിൽ നിന്ന് ഒളിച്ചോടുന്നതിന് പകരം ഈ വേദനയോടൊപ്പം എനിക്ക് അല്പസമയം ചെലവഴിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യമാണ്. അതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു എക്സസൈസ് ചെയ്യാനായിട്ട് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വീഡിയോ കണ്ടതിന് ശേഷം അല്പസമയം ശാന്തമായിട്ട് ഒരു സ്ഥലത്തിരിക്കുക. ആ സ്ഥലത്തിരുന്നു കൊണ്ട് നിങ്ങളുടെ ശ്വാസോച്ഛ്വാസം ഒന്ന് നിയന്ത്രിക്കുക. ശാന്തമായിട്ട് മറ്റെല്ലാ ശല്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിനുള്ളിലേക്ക് കടന്നു ചെന്നിട്ട് ചോദിക്കുക:
എൻ്റെ ഈ ഹൃദയവേദന എന്നെ പഠിപ്പിക്കുന്ന സത്യമെന്താണ്? ഈ ഒരു അനുഭവം ശാശ്വതമായ ഒരനുഭവമാണോ? അല്ലെങ്കിൽ ഇതെൻ്റെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിലുണ്ടായ ഒരു കാര്യമാണോ? അതിനെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കാനായിട്ട് അല്പസമയം ചിലവഴിക്കുക. അത് നമ്മുടെ ജീവിതത്തിലേക്ക് പുതിയ ഉൾക്കാഴ്ചകൾ നൽകാനും അതിലൂടെ അതിങ്ങനെ ജീവിതത്തെ മനസ്സിലാക്കി മാറ്റങ്ങൾ വരുത്താനും നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ ദുഃഖിക്കുന്നത്? നമ്മുടെ ഈ ദുഃഖം എന്തുകൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്? ഇതിലൂടെ ഞാൻ പഠിക്കുന്ന പാഠമെന്താണ്? ഇനി എങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഇപ്രകാരമുള്ള അവസ്ഥകൾ വരാതിരിക്കാനായിട്ട് എന്ത് ചെയ്യാനായിട്ട് കഴിയും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ ഉത്തരം കണ്ടെത്തി നമ്മുടെ മനസ്സിനെ നമ്മൾ ശാന്തമാക്കി കഴിയുമ്പോഴാണ് സൗഖ്യം യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക. ഒരുപക്ഷെ പെട്ടെന്ന് നിങ്ങൾക്ക് ഉത്തരം കിട്ടിയെന്ന് വരില്ല. എന്നാൽ അപ്രകാരം നിങ്ങൾ സമയം ചിലവഴിക്കാൻ തീരുമാനിക്കുന്ന നിമിഷം നിങ്ങൾ സൗഖ്യത്തിലേക്ക് നടന്ന് നീങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കും നിങ്ങളുടെ ഹൃദയം തകർന്നിട്ടില്ല, അത് തുറക്കപ്പെടുകയാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കും. ഈ തുറക്കപ്പെടൽ ഒരു വലിയ അനുഭവമാണ്. നമ്മൾ പൂട്ടിക്കെട്ടി ഭദ്രമാക്കി അടച്ചു വയ്ക്കുന്ന സംഭവം അതിനെ തുറന്നു കഴിയുമ്പോഴാണ് നമുക്ക് വ്യക്തമായ ഉൾക്കാഴ്ച ലഭിക്കുക. തുറന്നു കഴിയുമ്പോൾ അതിലുള്ള മാറാലകളെ നമുക്ക് തട്ടി പുറത്തു ചാടിക്കാനും അങ്ങനെ അതിൽ വേണ്ട മരുന്നുകൾ വെച്ച് കെട്ടി അതിനെ സൗഖ്യപ്പെടുത്താനും നമുക്ക് കഴിയും. അപ്പോൾ അതുകൊണ്ട് ഹൃദയത്തെ തുറക്കാനായിട്ട് നിശബ്ദമായി സമയം ചെലവഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പ്രത്യേകിച്ചും സൗഖ്യം നേടാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നമ്മൾ പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ ഹൃദയത്തിൻ്റെ തകർച്ചയിൽ നിന്ന് പുറത്തു കടക്കാനായിട്ട് ഒരു ഒറ്റമൂലിയാണ് പരീക്ഷിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയെന്ന് വരില്ല. നമ്മൾ സാവധാനം നമ്മുടെ മനസ്സിനെ നിയന്ത്രണത്തിൽ കൊണ്ടുവന്ന് മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കുമ്പോൾ ഏതിനെയും തരണം ചെയ്യാൻ തക്ക വിധത്തിൽ നമ്മുടെ മനസ്സിനെ നമുക്ക് ബലപ്പെടുത്താനായിട്ട് കഴിയും. അതുകൊണ്ട് തിടുക്കം കാണിച്ച് നമ്മുടെ ഹൃദയത്തെ വീണ്ടും ദുർബലപ്പെടുത്തുന്നതിന് പകരം ശാന്തമായി നമ്മുടെ ഹൃദയത്തെ മനസ്സിലാക്കി അതിനെ ബലപ്പെടുത്താനായിട്ട് ശ്രമിക്കുക, സമയം അനുവദിക്കുക. എന്നോടൊപ്പം നിങ്ങളുടെ സമയം ചെലവഴിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഈ വീഡിയോയിൽ പ്രതിപാദിച്ച രീതിയിൽ നിങ്ങളുടെ ഹൃദയം ഒരു വേദനയിലൂടെയാണ് അല്ലെങ്കിൽ തകർച്ചയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിൽ ഞാനൊരു ഗൈഡഡ് മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളെ ആ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഒരു 10-15 മിനിറ്റ് നിങ്ങൾക്ക് മാറ്റിവെക്കാനായിട്ട് കഴിയും എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ മനസ്സിന് ബലം നൽകാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ആ മെഡിറ്റേഷൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഈ മെഡിറ്റേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ശാന്തത കൈവരിക്കുന്നതായിട്ടും മനസ്സിന് ബലം ലഭിക്കുന്നതായിട്ടും നിങ്ങൾക്ക് അനുഭവപ്പെടും. അതിനാൽ നിങ്ങളെ ഈ മെഡിറ്റേഷൻ ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ബലം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ബലമായിട്ട് മാറ്റാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്രകാരം സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആശംസിക്കുകയും ചെയ്യുന്നു.